ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല ഒരു പ്രഭാതവും കൂടെ കാണുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഭാഗ്യമൊരുക്കി തന്നല്ലോ. ഇന്നലെ ഉറങ്ങാൻ കിടന്ന എത്രയോ പേർ ഇന്നത്തെ പ്രഭാതം കാണാതെ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടപ്പോൾ ആയുസ്സോടെ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ ഈ ദിവസം കാണുവാൻ നമ്മെ ഉണർത്തിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. ആകാശവും ഭൂമിയും മൂലപദാർത്ഥങ്ങളും എല്ലാം നശിച്ചു പോയാലും ദൈവത്തിൻ്റെ വചനത്തിന് ഒരു മാറ്റവുമില്ല. അത് എന്നേക്കും നിലനിൽക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് ഒരു വ്യക്തിയുടെ ഹൃദയത്തെ രൂപാന്തരം വരുത്തുവാൻ കഴിയും. പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ സാധിക്കുന്നു. ദൈവവചനം ജീവനും ചൈതന്യവുമുള്ളതായി സന്ധി മജ്ജകളെ ബലപ്പെടുത്തുന്നു. ശാരീരികവും മാനസികവും ആത്മീകവുമായ ഭൗതികവുമായ വിടുതലുകളെ പ്രദാനം ചെയ്യുവാനും ദൈവത്തിൻ്റെ വചനത്തിന് കഴിയുന്നു. ഒന്ന് നാം ഭൂമിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അനേക പാപികളെ മാനസാന്തരത്തിലേക്ക് നയിച്ചത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം അതേപടി അനുസരിക്കുന്നവരെ ദൈവം മാനിക്കുന്നു, ദൈവം അനുഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ദൈവവചനം ധ്യാനിക്കുകയും ദൈവവചനത്തെ അനുസരിക്കുകയും ചെയ്യുന്നവരാകുകയാണെങ്കിൽ ദൈവം നമ്മെ ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി തീർക്കുവാനിടയായിത്തീരും. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മെ വഴി നടത്തട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.